നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ കാൽക്കൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ അവളുടെ കയ്യിലൊന്ന് തൊടാൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. നാളെ രാവിലെ സുധിയെ കാണാൻ ഒന്നുകൂടെ പോകണം. നിന്റെ ലക്ഷ്യം സുധിയെ കാണുകയെന്നല്ലോ. ശരത്തെ, ഞാൻ ഇപ്പോഴും നിന്നോട് പറയുക, സുധി നമ്മുടെ സുഹൃത്താണ്. ആ കുടുംബത്തെ തൊട്ടുകളിക്കാൻ നീ നിൽക്കരുത്. തൊടും. നാളെ ഞാൻ അവളെ തൊടും. നീ നോക്കിക്കോ. ഈശ്വര, മോളെ ഉറങ്ങിയോ? മോളെ മോളെ ശ്രുതി മോളെ, എഴുന്നേക്ക്. മോള് ഫുഡ് കഴിച്ചിരുന്നു? ഇല്ല അങ്കിൾ. ഇന്ദിര ശ്രുതി മോൾക്ക് ഭക്ഷണം കൊടുത്തില്ലായിരുന്നോ? ഇന്ദിര, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ല. മോൾക്ക് എന്താ ഫുഡ് കൊടുക്കാത്തതെന്ന്? സമയം എത്രയായില്ലേ? ഓ ഇന്ദിര, അവളുടെ ഒരു പാട്ട് കച്ചേരി കുന്തം വലിച്ചവന് പൊട്ടിക്ക് ഞാൻ. സോമി എന്ത് തോന്നി വസാ കാണിക്കുന്നേ? പാട്ട് കേട്ട് ഇവിടെ ഇരുന്ന് സൂയിക്കാനല്ല നിന്നെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കണ. ഈ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കാനാ. മനസ്സിലായോ? സോമി, എന്നെ കയറി ഭരിക്കാൻ വരല്ലേ. ഞാൻ തന്റെ ഭാര്യയൊന്നുമല്ല. ഈ കുഞ്ഞിന് സമയത്തിന് ആഹാരം കൊടുക്കണമെന്ന് നിനക്ക് അറിയില്ല. അതിന് മോൾ ആഹാരം വേണമെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാ മാത്രമേ നിനക്ക് അറിയത്തുള്ളൂ. പഠിക്കുന്നതിന്റെ ഇടയിൽ മോൾ ഉറങ്ങിപ്പോയത് നീ കണ്ടില്ല? അതെങ്ങനെ? കുഞ്ഞിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധ വേണ്ട? അല്ല, ഈ ടി വി എന്തിനങ്ങനെ ഓണാക്കി വെച്ചിരിക്കുന്നത്? മോള് പഠിക്കുമ്പോഴാണ് അങ്ങനെ ടി വി ഓണാക്കി വെച്ചിരിക്കുന്നത്? അത് പിന്നെ ഞാൻ സിനിമ കാണാൻ സമയത്ത് ഓണാക്കി വെച്ചതാ, പിന്നെ ഓഫാക്കി അങ്ങ് മറന്നുപോയി. മോള് പഠിക്കാനിരിക്കുമ്പോഴാണോ നീ സിനിമ കാണുന്നത്? മേലിൽ ഇത് ആവർത്തിച്ചു പോരും. എന്നെ ചോദ്യം ചെയ്യാൻ താനാരാ? ഞാൻ എന്റെ മാഡത്തിന് മാത്രമേ അനുസരിക്കുള്ളൂ. ഈ വീട്ടിലുള്ള ആരും എന്നെ ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഓ, ഡ്രൈവറിന്റെ സ്ഥാനത്ത് നിന്നാ മതി, മനസ്സിലായോ? നിന്റെ മാഡം തന്നെ പ്രസവിച്ച മോളാണിത്. ഈ കുഞ്ഞിന് ആഹാരം കൊടുക്കാനും ഇതിന്റെ കാര്യങ്ങൾ നോക്കാനുമാണ് നിന്നവിടെ നിർത്തിയിരിക്കുന്നത്. എന്റെ ജോലി എന്താണെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. പഠിപ്പിക്കേണ്ടി വന്ന പഠിപ്പിക്കും. പിന്നെ ഒരു പഠിപ്പീകാരൻ വന്നിരിക്കുന്നു. ഒന്ന് പോടോ സ്വാമി. അഹങ്കാരം പറയാതെ പോയി കുഞ്ഞിന് ആഹാരം എടുത്തിട്ട് വാ. എനിക്കറിയാം കുഞ്ഞിന് ആഹാരം കൊടുക്കേണ്ടൊക്കെ സമയം. അല്ല പിന്നെ എന്തിനാടി ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നേ? മോൾക്ക് ഭക്ഷണം കൊടുത്തില്ലേന്ന് വലിയ മുതലാളി എന്നോട് ചോദിക്കായിരുന്നു. വലിയ മുതലാളിയോ? അതേതാടി, ഞാൻ അറിയാത്തൊരു വലിയ മുതലാളി. ദാ നിക്കുന്ന കണ്ടില്ലേ, നരേന്ദ്രസ്വാമി മുതലാളി. ഇവനാണോ മുതലാളി? കൊള്ളാം. വന്നിപ്പോ ആനപ്പിണ്ടത്തെ പോലും പേടിക്കണമെന്നായല്ലോ എന്റെ ഈശ്വരാ. കാലം പോയൊരു പോക്കേ. ഇന്നലെ നീ പോയി ഭക്ഷണം എടുത്തോണ്ട് വാ. കുഞ്ഞിന് ഞാൻ ഭക്ഷണം കൊടുത്തോളാം. അക്ഷരമോള് നിന്നെ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചപ്പോ കുറച്ചുകൂടെ ലേറ്റ് ആവോന്നോ പറഞ്ഞേ. ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം. മോള് വാ, അങ്കിൾ മോളുടെ കൈ കഴിച്ചു തരാം. എന്നാൽ ഈ അക്ഷരമോൾ ഇത്ര ലേറ്റ് ആവണേന്നെന്താ? Repeat. മതി, നീ ബ്ലാക്ക് ഔട്ട് ആയി പോകും. നോ, എനിക്ക് ഇനിയും വേണം. ബ്ലാക്ക് ഔട്ട് ആവുന്നവരെ ഞാനൊന്ന് കുടിക്കും. അയാൾ എന്നെ അത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്തു. അതിനിങ്ങനെ കുടിച്ചാണോ പ്രതികാരം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാ. നമ്മളെ അംഗീകരിക്കില്ല, നമ്മളെ റെസ്പെക്ട് ചെയ്യില്ല. നമ്മൾ എന്താ ഇവന്മാരുടെ അടിമകളാണോ?
ഇത്ര പേരുടെ മുന്നിൽ വെച്ചാ അയാൾ എന്നോട് ഷൗട്ട് ചെയ്തത്. ഞാൻ ശമ്പളം കൊടുക്കുന്ന എന്റെ സ്റ്റാഫ്സ്, അവരുടെ മുന്നിൽ ഞാൻ വല്ലാതെ ചെറുതായി പോയി. യു ആർ റൈറ്റ്. അയാളൊരു മെയിൽ ഷോണിസ്റ്റാ മോളെ. യുവർ ഹസ്ബൻഡ്. ഈ താലി എന്ന് പറഞ്ഞ സാധനം കഴുത്തിൽ കെട്ടി തൂക്കിയാ പിന്നെ പെണ്ണിന്റെ ലൈഫ് കിച്ചണിൽ ഇടിഞ്ഞു തീരണമെന്നാ ഈ ആണുങ്ങളുടെ എല്ലാം പോളിസി. ഞാൻ ആലോചിച്ചിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആരോട് ലയബിലിറ്റി ഒന്നും വേണ്ട. ഫ്രീ ബേഡായിട്ട് പാറി പറന്ന് നടക്കാം. നൈറ്റ് ലൈഫ്, പാർട്ടി, അഡ്വഞ്ചർ ട്രിപ്പ്, എന്ത് വേണോ ആവാം. ഒരുത്തനോടും അനുവാദം ചോദിക്കണ്ട അല്ലേടി? യെസ്, കറക്റ്റ്. ഇതിപ്പോ ഓരോന്നിനും മുന്നിൽ ചെന്ന് അനുവാദം വാങ്ങിക്കണ്ടേ? അമ്പലത്തിൽ പോവാൻ, ഷോപ്പിങ്ങിന് പോവാൻ, ഒരു ഫിലിമിന് പോവാൻ, ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ചില്ല് ചെയ്യാൻ, എല്ലാത്തിനും ഇവന്മാരുടെ കാല് പിടിക്കണം. റിപ്പീറ്റ്. ഞാൻ ഒരുത്തനോട് ഒരു അനുവാദം ചോദിക്കാറില്ല. നിന്നെ പോലെ അവൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. നീ ഒരു അയൺ ബട്ടർഫ്ലൈ അല്ലേ? ക്യൂൺ കേരള കോൺടെസ്റ്റൂടെ നീ വിൻ ചെയ്ത പിന്നെ മോളെ നീ ആരാ? പിടിച്ചേ കിട്ടത്തില്ല. ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. ഒരാളുടെ മുന്നിൽ നീ താന്നു കൊടുക്കരുത്. വേണ്ടി വന്ന ഡിവോഴ്സ് ചെയ്തേക്കണം. ഇങ്ങനെ പോയാ മിക്കവാറും ഞാനത് ചെയ്യും. അതിനും വേണം ഇതിനേക്കാൾ വലിയ പാർട്ടി. റിപ്പീറ്റ്. സാറിനോട് കിടന്ന് ബോറടിച്ചോ? ഏയ് ഇല്ല. വേണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട, 2 ദിവസം കൂടി കഴിയട്ടെ. ഹലോ. ഓക്കെ, ഞാനിപ്പോ വരാം. എന്തു പറ്റി മോനെ? ഒരു എമർജൻസി ഉണ്ട്, ഞാനിപ്പോ വരാം. മോനെ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങളിതെങ്ങനെ അവളോട് പറയുന്നേ? അന്ന് ഞങ്ങളിത് പറഞ്ഞപ്പോ നീ കേട്ടില്ല. അവൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടും നീ നിർബന്ധിച്ചു. നിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ സമ്മതിച്ചു. ഒടുവിൽ പേടിച്ചതൊക്കെ സത്യമായിട്ട് സംഭവിച്ചു. ഇപ്പൊ നിനക്ക് അവളുടെ ജീവിതം രക്ഷിക്കണം. ഇതവള് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മോനെ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്ന ഒറ്റ വിചാരമുള്ള അവക്ക്. എന്റെ ജീവന് വേണ്ടിയാ രാപ്പകലില്ലാതെ അവളിവിടെ കാവല് കിടക്കുന്നേ. വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ എപ്പോഴേ കളഞ്ഞിട്ട് പോയേനെ. ഞങ്ങളെ കൊണ്ട് ഇത് പറയാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി തെരഞ്ഞെടുത്ത ജീവിതമാണ്. പിരിയണമെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി തന്നെ സംസാരിച്ച് പിരിഞ്ഞാ മതി. നിങ്ങൾ പറയുന്നൊക്കെ ശരിയാ. ഞാനാ അവളെ നിർബന്ധിച്ചത്. അവളോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹിച്ചു പോയി. അവളെന്നെ, ഞാൻ അവളെ. ഞാൻ പറഞ്ഞ അവള് കേൾക്കില്ല. പിന്നെ ഞങ്ങള് പറഞ്ഞ കേക്കൂ മോനെ. വിവാഹത്തിന് മുൻപ് നിന്നെ സ്നേഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോഴാടാ അവള് കൂടുതൽ സ്നേഹിക്കുന്നത്. ഞാൻ നിന്റെ അമ്മ മാത്രമല്ല, ഒരു സ്ത്രീയാ. അവളുടെ മനസ്സ് എനിക്ക് മനസ്സിലാവും. അവളുടെ സ്നേഹം അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനീ പറയുന്നത്. ഈ അവസ്ഥയിൽ അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല. എന്നെ സ്നേഹിച്ചു പോയി എന്നൊരൊറ്റ കുറ്റത്തിന് അവളുടെ ജീവിതം ഒരു ദുരന്തമായി മാറരുത്. ശരിയാ, എല്ലാം എന്റെ തെറ്റ്, എനിക്കറിയാം. പക്ഷെ ഈ കിടപ്പി കിടന്ന് ഞാൻ വേറെ എന്ത് ചെയ്യാൻ? ഇതൊക്കെ ശരിയാണോ? എന്ത് ശരിയാണോന്ന്? ഇത് നിന്റെ സ്വന്തം വീടാണെന്ന കാര്യം നീ മറന്നുപോയോ?
വല്ല പാർക്കിലോ ബീച്ചിലോ ആയിരുന്നെങ്കിൽ സാരില്ലായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു എന്ന് ഏട്ടത്തി പറയുന്നേ? ഒന്നും ചെയ്തില്ലേ? അപ്പൊ കുറച്ചു മുമ്പ് ഞാൻ നേരിട്ട് കണ്ടതോ? അതിലെന്താ തെറ്റ്? ഞാനും ശരത്തേട്ടനും വിവാഹം കഴിക്കാൻ പോകുന്നവരാ. കല്യാണത്തിന് മുമ്പ് സുധിയേട്ടനെ ഏട്ടത്തി കെട്ടിപ്പിടിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ ആവാം, ഞങ്ങൾക്ക് പാടില്ല. ഈ ആറ്റിറ്റ്യൂഡ് ശരിയല്ല ഏട്ടത്തി. നിന്റെ ഏട്ടനുമായിട്ട് എന്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഞങ്ങൾ തമ്മിൽ കുറച്ച് അടുത്തിടപഴകിയത്. ഇതങ്ങനെയാണോ? കല്യാണം പോലും ആലോചിച്ചിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല. തെറ്റും ശരി എന്താണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് അധികം ഉപദേശിക്കാൻ വരണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏട്ടത്തി, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോ കുറച്ചുകൂടെ മര്യാദ പാലിക്കണമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. എടി മോളെ, ഞാൻ നിന്റെ ഏട്ടത്തിയാ. നിന്റെ കാര്യത്തില് എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? ഇത്രയും കാലം ഇല്ലാതിരുന്ന ഉത്തരവാദിത്വം ഇനിയും ഏറ്റെടുക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഏട്ടത്തിക്കും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിനും. അവര് പറഞ്ഞതൊന്നും വ്യക്തമായി കേട്ടില്ലേ? ഇല്ല. ഛേ, പക്ഷേ വക്കീലും ഡാഡിയും കൂടി സംസാരിച്ചത് വിൽപത്രം എഴുതുന്നതിനെ കുറിച്ച് തന്നെയായിരിക്കും. പേടിക്കണം മോളെ. നിന്റെ ഡാഡിയെ നമ്മൾ പേടിക്കണം. ഒരുപാട് സ്നേഹം കാണിക്കുമ്പോ നമ്മൾ വിചാരിക്കും നിന്റെ ഡാഡി ഒരു പാവാന്ന്. പക്ഷെ അല്ല. നീ ഇപ്പൊ എന്ത് ചിന്തിക്കുമെന്ന് ഒരു മാസം മുമ്പേ ചിന്തിക്കാൻ നിന്റെ ഡാഡിക്ക് പറ്റും. അത്രയ്ക്ക് ബുദ്ധിമാനാ. അങ്ങനെ നമ്മൾ ആരും അറിയാതെ ഒരു വക്കീലിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലപകടമുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇതെല്ലാം അവന്റെ കളിയാ മോളെ. നിന്റെ ഡാഡിയെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അവനാ. ഇപ്പോ ഈ വക്കീലിനെ വിളിച്ചു വരുത്തിയതും അവന്റെ ബുദ്ധി തന്നെ ആയിരിക്കും. ആരുടെ ബുദ്ധിയായാലും എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് കിട്ടാനുള്ളത് ഞാൻ വാങ്ങിയിരിക്കും. വേണ്ടി വന്നാൽ കോടതിയിൽ പോവും. മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്ക് തുല്യാവകാശമുണ്ട്. പക്ഷേ അച്ഛന്റെ സ്വത്തുക്കൾ അച്ഛനിഷ്ടമുള്ള ആർക്കു വേണമെങ്കിലും എഴുതി കൊടുക്കാം. അതിലൊരു കോടതിക്കും ഇടപെടാൻ പറ്റില്ല. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. നിയമവും മണ്ണാങ്കട്ടേക്ക് അവിടെ ഇരിക്കും. എന്നെ അവഗണിച്ചാ ഡാഡി ആണെന്നൊന്നും ഞാൻ നോക്കില്ല. മോളെ, നീ ക്ഷമിക്ക്. വെറുതെ ബഹളം ഉണ്ടാക്കേണ്ട സമയല്ലേ ഇത്. ബുദ്ധിപരമായി വേണം ഇതിനെ നേരിടാൻ. അപ്പച്ചി പറയാ, നമ്മൾ എന്ത് ചെയ്യണം? ആ, വഴിയുണ്ട്. ആദ്യം നമുക്ക് ആ വക്കീലിനെ കാണണം. എന്തൊക്കെയാണ് നിന്റെ ഡാഡി വിൽപത്രത്തിൽ എഴുതി ചേർക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയണം. അവന്റെ പേരിലെങ്ങാനും ആണ് എഴുതി വെക്കാൻ പറഞ്ഞെങ്കിൽ അതെല്ലാം നിന്റെ പേരിലേക്ക് മാറ്റി എഴുതാൻ വക്കീലിനോട് പറയണം. അതിനു വേണ്ടി ഒരു തുക കൈക്കൂല് കൊടുത്താലും തരക്കേടില്ല. നമുക്ക് ഉടനെ തന്നെ ആ വക്കീലിനെ പോയി കാണണം. നമ്മൾ ഒരു വക്കീലിനെയും കാണാൻ ഇങ്ങോട്ടും പോവില്ല. വക്കീൽ ഇവിടെ വരും. വരുത്തിയിരിക്കും ഞാൻ. വരൂ സർ. ഇരിക്കൂ സർ. സാറിന് കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. രാവിലെ നല്ല ധൃതിയില്ല. അത്യാവശ്യമാണെന്ന് കുട്ടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കം ടു ദ പോയിന്റ്. ഞാൻ എന്താ ചെയ്തു തരണ്ടേ? ഇതാണ് അഡ്വക്കേറ്റ് ശിവറാം സർ. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആൻസർ. കാര്യങ്ങള് മുഖത്ത് നോക്കി പറയും. എനിക്കും സാറിന്റെ രീതി തന്നെയാ ഇഷ്ടം. കുട്ടി കാര്യം എന്താണെന്ന് പറയൂ. ഞാൻ എന്തിനാണ് വിളിപ്പിച്ചെന്ന് സാറിന് മനസ്സിലായി കാണുമല്ലോ. ഇന്നലെ സാർ ഹോസ്പിറ്റലിൽ പോയിരുന്നു അല്ലേ എന്റെ ഡാഡിയെ കാണാൻ? പോയിരുന്നു. അതിനെന്താ? ഞങ്ങൾ തമ്മിലൊരു 10 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തു. വക്കീലെ, ഈ പറഞ്ഞതാണ് കാര്യം. ഏട്ടനെ കണ്ട് സംസാരിച്ചത്. അതിനെക്കുറിച്ച് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്.
വിൽപത്രം എഴുതുന്ന കാര്യം പറയാനാണോ ഡാഡി സാറിനെ വിളിച്ചത്? അതെ, വിൽപത്രം എഴുതുന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് സംസാരിച്ചു. ആരുടെ പേരിലാ വിൽപത്രം എഴുതി വെക്കുന്നത്? ഇവളുടെ പേരിലോ അതോ ഇവളുടെ ഭർത്താവിന്റെ പേരിലോ? നിങ്ങളുടെ ആകാംക്ഷ എനിക്ക് മനസ്സിലാവും, ബട്ട് ഐ ആം ഹെൽപ്ലെസ്. നിങ്ങൾ ഇപ്പൊ ചോദിച്ചത് ഒരു വക്കീൽ സൂക്ഷിക്കേണ്ട പ്രൈവസിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. എന്റെ കക്ഷിയെ സംബന്ധിക്കുന്ന ഒരു വിവരവും പുറത്തു പറയാൻ തൽക്കാലം എനിക്ക് അനുവാദമില്ല. ഒരു രഹസ്യ സ്വഭാവത്തിൽ തന്നെ ഈ വിൽപത്രം സൂക്ഷിക്കണമെന്നാ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞോ? അതൊരു വക്കീൽ സൂക്ഷിക്കേണ്ട രഹസ്യമല്ലേ, അതെങ്ങനെ കുട്ടിയോട് പറയും? ഡോക്ടർ ജയശങ്കറിന്റെ അനുവാദമില്ലാതെ അതെനിക്ക് കുട്ടിയോട് പറയാൻ കഴിയില്ല. വിൽപത്രത്തിലെ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമേ നിങ്ങളെ അറിയിക്കാവൂ എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സർ പ്ലീസ്, സാറിന് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. സാർ എനിക്ക് വേണ്ടി മറ്റൊരു ഫേവറും ചെയ്യണ്ട. വിൽപത്രത്തിലെ ഒരു വരി പോലും മാറ്റി എഴുതാൻ വേണ്ട. പക്ഷേ ആരുടെ പേരിലാണ് ഡാഡി അത് എഴുതാൻ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. സാധിക്കാത്ത കാര്യങ്ങൾ പറയാൻ എന്നെ നിർബന്ധിക്കരുത്. സാറിന്റെ ക്രെഡിബിലിറ്റിക്ക് വിലയിടാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ സാർ ആവശ്യപ്പെടുന്ന പണം തരാൻ എന്നെ കൊണ്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഇന്ന് വരെ സാർ ഒരു കേസിനും വാങ്ങിയിട്ടില്ലാത്തതിനേക്കാൾ കൂടുതൽ പണം. സാർ എന്താ ചിരിച്ചത്? എന്നെ കൊണ്ടതിന് സാധിക്കില്ലെന്നാണോ? നോ നെവർ. പണം നിങ്ങളുടെ കയ്യിൽ ധാരാളം ഉണ്ടായിരിക്കും, പക്ഷെ അതുകൊണ്ട് എല്ലാവരെയും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുത്. എങ്കിലും ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ കുട്ടിയോടൊരു കാര്യം പറയാം. വിൽപത്രത്തിലെ വിവരങ്ങൾ കുട്ടിക്ക് അത്ര നല്ലതല്ല. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കുട്ടി അത് ഡാഡിയോട് തന്നെ ചോദിച്ചാൽ മതി. തൽക്കാലം ഞാൻ ഇറങ്ങട്ടെ. ഒരു കാര്യം കൂടി, ഇതിനു വേണ്ടി എന്നെ ഇനി വിളിക്കരുത്. വക്കീലും കൈവിട്ടു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി മോളെ, സ്വത്തുക്കളെല്ലാം എഴുതാൻ തീരുമാനിച്ചത് അവന്റെ പേര് തന്നെയായിരിക്കും. മോളുടെ പേരിലായിരുന്നെങ്കിലേ വക്കീൽ അത് പറയുമായിരുന്നു. മോളെ, ഇങ്ങനൊരു വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ ഡാഡിയെ ഒരിക്കലും അനുവദിക്കരുത്. ആ, നിന്നെ തോപ്പിക്കുന്ന കാര്യങ്ങളാ ഓരോ ദിവസവും നിന്റെ ഡാഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ സുനിതയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയല്ലേ? അത്രയും വലിയ തെറ്റ് ചെയ്ത ഒരാളെ നീ സസ്പെൻഡ് ചെയ്തിട്ടും നിന്റെ ഡാഡി അവളെ വെറുതെ വിട്ടു. എന്താ അതിനർത്ഥം? മോളെ, നിന്റെ ഡാഡിയുടെ മേൽ എന്തോ ഒരു സ്വാധീനം അവൾക്കുണ്ട്. അതെന്താണെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? ഏതായാലും ആ വക്കീലിന്റെ മുമ്പില് നാണക്കേടായിപ്പോയി. അത് സാരമില്ല അപ്പച്ചി. വിൽപത്രത്തിലെ വിവരങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും അറിയും. പിന്നെ ഡോക്ടർ സുനിത, അവളെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. മോള് ഏത് വഴി വേണമെങ്കിലും ഉപയോഗിച്ചു. പക്ഷേ പുതിയൊരു ശത്രുവിനെ ഉണ്ടാക്കരുത്. സൂക്ഷിക്കണം. നമ്മൾ എത്ര വിചാരിച്ചാലും ചിലരൊക്കെ നമ്മുടെ ശത്രുക്കളാവുക തന്നെ ചെയ്യും. പക്ഷെ അപ്പച്ചി ഒരു കാര്യം ഓർത്തോ, പ്രോപ്പർട്ടീസ് ഒക്കെ എന്റെ പേരിൽ എഴുതി തന്നില്ലെങ്കിൽ ഈ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല ആർക്കും. എന്താ പ്രശ്നം? ദൈവം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച അത് നടത്തിയെടുക്കാനുള്ള ഒരു അവസരം നമ്മുടെ കൈകളിലേക്ക് ഇങ്ങനെ കൊണ്ടുതരും. നമ്മള് ചുമ്മാ നിന്ന് കൊടുത്താൽ മതി. നീ എന്തൊക്കെയാ പറയുന്നത്? നിത്യ എപ്പോ വിളിച്ചത്? അതെനിക്ക് മനസ്സിലായി. നീ കാര്യം പറ. ഹോസ്പിറ്റൽ ബില്ല് അടക്കാൻ ഇപ്പൊ 10 ലക്ഷം രൂപ വേണം. ഇല്ലെങ്കിൽ സുധിസാറിന്റെ ട്രീറ്റ്മെന്റ് മുടങ്ങും. കയ്യിൽ പണമുണ്ടെങ്കിൽ
സഹായിക്കണമെന്ന് പറയാനാ നിത്യ വിളിച്ചത്. നിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ കൊടുത്ത് സഹായിക്ക്. അത് നിന്റെ കടമയല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നിത്യയെ കല്യാണം കഴിച്ച ആ കുടുംബത്തിലെ ബന്ധുവാൻ പോകുന്നവനല്ലേ നീ? സഹായിക്കും, ഞാൻ സഹായിക്കും. ആ കുടുംബത്തെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ സഹായിക്കും. പ്രത്യേകിച്ച് ദേവികെ സഹായം കൊണ്ട് ഞാൻ വീർപ്പ് മുട്ടിക്കും. ശരത്തെ, ഇങ്ങനൊരു അവസരത്തെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേണ്ട, പക്ഷെ ദ്രോഹിക്കരുത്. എടാ ശേഖരെ, പണം മഹാലക്ഷ്മിയാണ്. അതിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ തട്ടിക്കളയരുത്. അത് ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല. ഡാ, ഇന്ന് രാവിലെ ഞാൻ അവളെ സഹായിക്കാൻ ഞാൻ പണം എടുത്ത് കൊടുത്ത 2 ലക്ഷം. ആർക്ക്? നിത്യക്കോ? അവൾക്കല്ലടാ, ആ ദേവിയേക്ക്. എന്നിട്ട് അവളത് നിഷേധിച്ചു. 2 ലക്ഷം രൂപ അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ ഞാൻ അവളുടെ കൈ പിടിച്ചതാ. പക്ഷേ ആ കൈ തൊടാൻ അവള് സമ്മതിച്ചില്ല. നിന്റെ മനസ്സിലിരിപ്പ് അവൾക്ക് മനസ്സിലായി കാണും. ഇന്ന് ഞാൻ അവളുടെ കയ്യിലൊന്ന് തൊടാൻ നോക്കി, അവള് സമ്മതിച്ചില്ല. പക്ഷേ ഇനി ഞാൻ തൊടും. കയ്യിൽ മാത്രമല്ല, അവളെ ഒന്നാകെ സ്നേഹം കൊണ്ട് ഞാൻ മൂടും. നിനക്ക് ഭ്രാന്ത? അതെ, ഭ്രാന്ത. അവളാ എന്റെ ഭ്രാന്ത്, ദേവിക. ഒരു തരം സുഖമുള്ള ഭ്രാന്ത്. എടാ ശരത്തെ, സുധിയുടെ കുടുംബത്തിനകത്ത് കയറിയുള്ള നിന്റെ ഈ കളിയുണ്ടല്ലോ, അത് നിനക്ക് നാശമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുന്ന നിനക്ക് നല്ലത്. അവളെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല. പണം നമ്മൾ അടയ്ക്കേണ്ടത് തന്നെയാ. പക്ഷെ എന്നാലും 10,60,000 രൂപ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മോളെ. നമുക്ക് മുൻപില് വേറെ വഴിയില്ല അച്ഛാ. സുധിയേട്ടന്റെ രക്ഷയല്ലാതെ മറ്റൊന്നും നമ്മുടെ മുൻപിലില്ല. അതിനി പണം അടച്ചേ പറ്റൂ. എന്നാലും ഈ ഹോസ്പിറ്റലിൽ ഇത്ര ബ്ലീഡ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തൊരു ബില്ലാ ഇത്. ബാങ്കിലാണെങ്കിൽ കൂടിപ്പോയ ഒരു 50,000 രൂപ കാണും. അതുകൊണ്ട് എന്താവാനാ? തൽക്കാലം എന്റെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം പോരല്ലോ അച്ഛാ. അടുത്ത സർജറിക്ക് ഇനിയും പണം വേണ്ടേ? എന്റെയും അമ്മയുടെയും എല്ലാം സ്വർണം കൂടി വിറ്റാലും ഈ തുക അടയ്ക്കാൻ പോലും തികയില്ല. മോളെ, സുധി അറിഞ്ഞു കാര്യം? ഇല്ല അച്ഛാ, ഇതുവരെ അറിഞ്ഞിട്ടില്ല. സുധേട്ടൻ ഇക്കാര്യം ഒരിക്കലും അറിയരുത്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരിയാ മോള് പറഞ്ഞേ. ഈ അവസ്ഥയിൽ അവൻ ഇതും കൂടെ അറിഞ്ഞ ആകെ വിഷമാവും. നമുക്കെന്തായാലും വീട് വരെ ഒന്ന് പോവാം. കിട്ടാവുന്ന അത്രയും പണം ഇന്ന് തന്നെ സംഘടിപ്പിച്ചേ പറ്റൂ. മോള് വാ. എന്താ, എന്തെങ്കിലും വേണോ? അതോ പെയിൻ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാ വിളിച്ചത്? ആരെങ്കിലും കാണണോ? ദേവികയെ കാണണം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാമേ. മോനെ, ദേവോടെ അച്ഛനും ദേവികയും കൂടി വീട് വരെ ഒന്ന് പോയി. ഇപ്പൊ വരും. എന്താ മോനെ, വേദനയുണ്ടോ?
എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? എനിക്കെന്തെങ്കിലും സംഭവിച്ച അവളെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. അവക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയൊന്നും പറയില്ലേ മോനെ. മോനൊരു കുഴപ്പവും വരില്ല. അതെ, ഇന്നത്തെ കുറച്ച് ബില്ലുകൾ കൂടിയുണ്ട്, അതും കൂടി അടച്ചേക്കണേ. അടയ്ക്കുക സിസ്റ്റർ. ശരി. ഇവിടുത്തെ ബില്ലൊക്കെ ഇതുവരെ ആരാ കൊടുത്തത്? ഇതുവരെ കൊടുത്തിട്ടില്ല, കൊടുക്കണം. പണം എവിടെ നിന്ന് കിട്ടി? കിട്ടിയിട്ടില്ല, കിട്ടും. അച്ഛനും ദേവികയും കൂടി അതിനുവേണ്ടി പോയിരിക്കുക. മോൻ അതേക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. പണം നമുക്ക് എങ്ങനെയെങ്കിലും അടയ്ക്കാം. ഇത് വെച്ചിട്ട് കിട്ടുന്ന പണം എടുക്കാച്ച. എന്നാലും തികയില്ലല്ലോ മോളെ. നമ്മൾ ബാക്കിക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അച്ഛൻ ആദ്യം ഇത് കൊണ്ടുപോയി വിൽക്ക്. എന്റെ കയ്യിലുള്ള ആഭരണങ്ങൾ കൂടി വിൽക്കാം. പാർവതി, ഇതും കൊണ്ടും പോരാ. അമ്മേ, അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഇങ്ങോട്ടുതാ. തൽക്കാലം ആവശ്യം നടക്കട്ടെ. എന്റെ കയ്യിലാകെ പട ഇതേ ഉള്ളൂ. ചാകുമ്പോഴല്ലാതെ ഞാനിത് കഴുത്തെ നൂരത്തില്ല. നീ വേറെ എന്തെങ്കിലും വഴി നോക്ക്. അമ്മേ, ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഉപയോഗിക്കാൻ കൂടാ നമ്മൾ ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെക്കുന്നേ. അത്യാവശ്യത്തിന് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, ഞാൻ ഇത് തരത്തില്ല. വേണ്ട അച്ഛ, മുത്തശ്ശിയുടെ കഴുത്തിലെ മാല എടുക്കണ്ട. സുധിയുടെ ജീവനേക്കാൾ വലുതാണോ അമ്മയ്ക്ക് ഈ സ്വർണ്ണാഭരണങ്ങള്? വലുതൊന്നുമല്ല, പക്ഷേ എനിക്ക് ആകെ ഇതേ ഉള്ളൂ. അച്ഛൻ എന്തിനാ മുത്തശ്ശി നിർബന്ധിക്കുന്നേ? എന്റെ കഴുത്തിൽ കിടക്കുന്ന മാല വേണമെങ്കിൽ ഞാൻ തരാം. അതൊന്നും ഇപ്പൊ എടുക്കണ്ട. എന്ന് പറഞ്ഞ എങ്ങനെയാ മോളെ? 10-15 ലക്ഷം രൂപ വേണ്ടേ? എന്തെങ്കിലും കടുങ്കൈ തന്നെ ചെയ്തേ പറ്റൂ. നീ എന്തോന്നാടാ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ വീടങ്ങ് വിറ്റാലൊന്നും ആലോചിക്കുന്നത്. അയ്യോ, എന്ത് വിറ്റാലും വേണ്ടില്ല. എനിക്ക് എന്റെ മോന് ജീവനോട് വേണം. മനോഹരേട്ടാ, എത്രയും പെട്ടെന്ന് വീട് വിൽക്കാനുള്ള ആളെ കണ്ടുപിടിക്കണം. ഈ വീട് വിൽക്കാനോ? അതെങ്ങനെ ശരിയാവും? ഇതേ എനിക്കും കൂടി അവകാശപ്പെട്ട ഒരേ ഒരു സ്വത്താ ഈ വീട്. വയസ്സുകാലത്ത് കേറിക്കിടക്കാൻ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഇത് വിറ്റാ പിന്നെ ഞാൻ എങ്ങോട്ട് പോവും? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? എന്ത് ചെയ്താലും വേണ്ടില്ല, ഇത് വിൽക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പൊ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിലേ സുധി വാങ്ങിയ പുതിയ വീട് വിൽക്കാൻ പാടില്ലേ? അതിന് ബാങ്ക് ലോൺ ഇല്ലേ മുത്തശ്ശി? അതൊന്നും പെട്ടെന്ന് വിൽക്കാൻ സാധിക്കില്ല. ഇതെല്ലാം കൂടി ഇപ്പൊ വിറ്റാ പിന്നെ നീ എങ്ങനെ ആ വീടിന്റെ ലോൺ അടയ്ക്കും? ഇനിയുള്ള അവന്റെ ചികിത്സ എങ്ങനെ നടത്തും? ഇതെല്ലാം നീ തന്നെ അങ്ങ് ചെയ്തോളാംന്ന് നീയല്ലേ ഏറ്റത്? അപ്പോ നീ തന്നെ ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ.